الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون. സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി ശ്രദ്ധിച്ച് ഭക്തിയോടെ ജീവിക്കാൻ ശ്രമിക്കണമേ എന്ന് ആദ്യമായി എല്ലാവരുടെയും ഓർമ്മയിൽപ്പെടുത്തുകയാണ്. റമദാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ റമദാനിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന പ്രകാരം പരമാവധി ഉപയോഗപ്പെടുത്താൻ നാഥൻ നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ റമദാൻ എന്നുള്ള പദം ഒരിക്കൽ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിലെ 183 മുതൽ 187 വരെയുള്ള ആയത്തുകളിലാണ് റമദാൻ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഖുർആൻ എടുത്തു പറയുന്നത്. അതിനിടക്ക് റമദാൻ എന്നുള്ള പദം ഒരിക്കലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നോമ്പിന്റെ കർമ്മശാസ്ത്ര കാര്യങ്ങളും അതോടൊപ്പം അതിൽ ഉൾക്കൊള്ളേണ്ട ചൈതന്യവും രണ്ടും ഉൾച്ചേർത്തിയാണ്, രണ്ടും കൂടി കൂട്ടിച്ചേർത്തിയാണ് ഖുർആൻ പരാമർശിക്കുന്നത് എന്നതാണ്. സാധാരണ ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥം എടുക്കുമ്പോൾ അതിന്റെ കർമ്മങ്ങളുടെ രീതി ഇങ്ങനെ പറഞ്ഞു പോകലാണ്. അല്ലെങ്കിൽ മറ്റു ശ്രേഷ്ഠതകൾ പറയുന്ന ഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ശ്രേഷ്ഠതകൾ പറഞ്ഞങ്ങനെ പോകലാണ്. ഖുർആന്റെ ഒരു പ്രത്യേകതയാണത്. അതിന്റെ കർമ്മശാസ്ത്രം എന്താണ് എന്നുള്ളത് പറയുന്നു. അതോടൊപ്പം അതിലുണ്ടായിരിക്കേണ്ട ഭക്തി, ചൈതന്യം, അതിന്റെ ഉൾക്കാമ്പ് എന്താണ് എന്നുള്ളതും ഈ ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. റമദാനെ പറ്റി ഉള്ള ആദ്യ ആയത്ത് ഇവിടെ പരാമർശിച്ചു പോയതാണ്. വിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നിർബന്ധമാക്കപ്പെട്ട പോലെ. എന്തിനാ ഖുർആൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇത് പുതിയതല്ല. മുമ്പുണ്ടായിരുന്ന സമുദായങ്ങളും ഇതേപോലെ നോമ്പ് അനുഷ്ഠിക്കുകയും ഈ കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. നിങ്ങൾക്ക് മാത്രമുള്ള ഒരു പുതിയ കാര്യമല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ട പോലെ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അതിന്റെ അവസാനം പറയുന്നുണ്ട് അതിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത്. വെറുതെ നോമ്പ് അല്ലെങ്കിൽ ഒരു ഉപവാസം എന്നുള്ളതല്ല. ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഉപവസിക്കലല്ല നോമ്പ്. നിങ്ങളുടെ ജീവിതത്തിൽ ചിട്ടയും അതേപോലെ തന്നെ
നിങ്ങളുടെ ജീവിതത്തെ ഒരു പരിവർത്തനവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണത്. അതാണ് ലഅല്ലക്കും തത്തഖൂൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചിട്ടയും ക്രമവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ നോമ്പ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തുആമഹു വശറാബഹു. ആരെങ്കിലും അവന്റെ വാക്ക് നിയന്ത്രിക്കുന്നില്ല എങ്കിൽ, അതേപോലെ തന്നെ അവന്റെ പെരുമാറ്റങ്ങൾ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ, വേണ്ടാത്തരം, കളവ്, ചതി, അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ ഉണ്ടല്ലോ, അത് ഉപേക്ഷിക്കാൻ ഒരാൾ തയ്യാറില്ല എങ്കിൽ അവന്റെ ഭക്ഷണം ഉപേക്ഷിക്കുന്നത് കൊണ്ടോ വെള്ളം ഒഴിവാക്കുന്നത് കൊണ്ടോ അള്ളാഹുവിന് അതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. അള്ളാഹുവിൽ നിന്നൊന്നും കിട്ടാനില്ല, അള്ളാഹുക്ക് അത് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറയാൻ കാരണമാണ് ഇതിന്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു നോമ്പല്ല എന്ന് പഠിപ്പിക്കുകയാണ് ലഅല്ലക്കും തത്തഖൂൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. പിന്നെ അടുത്ത ആയത്താണ് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചത് 185-ാമത്തെ ആയത്ത്, 184-ാമത്തെ ആയത്ത്. എന്നിട്ട് തുടർന്ന് പറയുന്ന അയ്യാമം മഅദൂദാത്ത്. നിങ്ങൾ ആ നോമ്പ് നോക്കേണ്ടത് എണ്ണപ്പെട്ട ദിവസങ്ങളിലാണ്. എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങളിലാണ് ആ നോമ്പ് നോക്കേണ്ടത്. ഏതാണ് ഈ എണ്ണപ്പെട്ട ദിവസങ്ങൾ? ചില ആളുകളൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് 3 ദിവസം നോമ്പ് മാറ്റാൻ തന്നെ റമദാൻ മാസം നോമ്പായി എന്ന് പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനിക്കാറുണ്ട്. ഏതാണ് ഈ അയ്യാമു മഅദൂദാത്ത്? അയ്യാമ് എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് 3 പാഠം എന്നതാണ് അവർ പറയുന്നത്. ഈ ദിവസങ്ങൾ ഏതാണ് എന്ന് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. ഫമൻ ശഹിദ മിൻകും ശഹ്റ ഫല്യസുംഹു. ഈ മാസമാണ്. ഈ മാസം ആരൊക്കെ ജീവിച്ചിരിക്കുന്നുവോ ആ മാസം മുഴുവനും നോമ്പ് നോക്കുക. അപ്പൊ എണ്ണപ്പെട്ട ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ചന്ദ്രമാസത്തിലെ 29 ദിവസമോ 30 ദിവസമോ ആണ് നോൽക്കേണ്ടത് എന്നുള്ളത് ഖുർആൻ തന്നെ അതിന്റെ തൊട്ടടുത്ത ആയത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കണം. പിന്നെ ഖുർആൻ പറഞ്ഞ സ്വമക്കാനും വരിക, റബ്ബിന്റെ വല്ലാത്തൊരു കാരുണ്യമാണ് ആ ആയത്തിൽ കാണിക്കുന്നത്. ഇങ്ങനെ ഒരു ആരാധന നിർബന്ധമാക്കപ്പെട്ടു എന്നതുകൊണ്ട് മനുഷ്യരാരും പ്രയാസപ്പെടേണ്ടതില്ല, കഷ്ടപ്പെടേണ്ടതില്ല. ഏറ്റവും സൗന്ദര്യമായ രൂപത്തിലുള്ള ഒരു വാചകമാണ് പിന്നീട് ഉപയോഗിച്ചത്, സ്വമക്കാനും വരിക. അല്ല, നിങ്ങളിൽ ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് അലാ സഫരിൻ, അല്ലെങ്കിൽ നിങ്ങൾ യാത്രയിലാണ്, പ്രയാസകരമായ അങ്ങനെ ഒരു യാത്രയിലാണ് എങ്കിൽ അങ്ങനെയെങ്കിൽ മറ്റു ദിവസങ്ങളിൽ നിങ്ങൾ അത് നോറ്റു വീട്ടിയാൽ മതി. അപ്പൊ ഇതൊക്കെ നോമ്പിന്റെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ അങ്ങനെ പറയാം. അപ്പൊ ഒരാള് രോഗിയായി നോമ്പ് തീർക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള രോഗമാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ രോഗം മാറിയതിനു ശേഷം പിന്നീട് നോറ്റു വീട്ടിയാൽ മതി. അപ്പൊ ഏത് തരം രോഗം, എത്ര അതിന്റെ ഒന്നും പറഞ്ഞില്ല, അതൊക്കെ ഓരോരുത്തർക്ക് കണക്കാക്കാവുന്നതാണ്. എനിക്ക് നോമ്പ് നോക്കാൻ പറ്റുന്ന രോഗമാണോ, അല്ലെങ്കിൽ എന്റെ നോമ്പ് കൊണ്ട് എന്റെ രോഗത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമോ എന്ന് മനസ്സിലാക്കി അങ്ങനെ നോമ്പ് ഉപേക്ഷിക്കേണ്ടതാണ് എങ്കിൽ ഉപേക്ഷിക്കുകയും ആ രോഗം സുഖപ്പെട്ടതിന് ശേഷം അത് നോറ്റ് വിട്ടുകയും ചെയ്താൽ മതി എന്നുള്ള ഒരു ഇളവ് രോഗിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയതാണ്. പിന്നെ യാത്ര എന്ന് പറഞ്ഞല്ലോ, യാത്രയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ അതിന്റെ ഇത്ര കിലോമീറ്റർ യാത്ര ചെയ്യണമെന്നോ എങ്ങനെയുള്ള യാത്രയാകണമെന്നോ എന്നൊന്നും നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പലപ്പോഴും റസൂലുള്ളാഹി തന്നെ ആളുകളുമായി യാത്ര ചെയ്യുമ്പോൾ നോമ്പ് ഉപേക്ഷിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ചില ആളുകളെ എന്തിനപ്പോ നോമ്പ് ഉപേക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രയാസപ്പെട്ട് നോമ്പ് നോക്കിക്കൊണ്ട് യാത്ര ചെയ്തപ്പോ റസൂൽ തടയുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ റസൂൽ സഹാബത്ത് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളുകൾ അയാൾ കൂടി ഇങ്ങനെ കൊട ചൂടി തടയിൽ തിരിച്ച് അങ്ങനെ അയാളെ ചുറ്റും നിന്നിട്ട് അയാൾ അങ്ങനെ യാത്രയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ റസൂൽ ചോദിച്ചു, എന്താ? ആളുകൾ പറഞ്ഞു, അയാൾ നോമ്പുകാരനാണ്. റസൂൽ അവിടെ പറഞ്ഞൊരു വാചകമുണ്ട്, ലൈസ മിനൽ ബിർരി അസ്യാമു ഫി സഫർ. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. യാത്രയിൽ നോമ്പ് നോക്കുക എന്നുള്ളത് പുണ്യമല്ല. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ഒരാൾ യാത്ര ചെയ്യുമ്പോൾ നോമ്പ് നോൽക്കേണ്ടതില്ല. ആ പ്രയാസത്തോടു കൂടിയുള്ള അത്ര ഒരു നോമ്പ് നോൽക്കുക എന്നുള്ളത് പുണ്യകരമായ കാര്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരിക്കൽ റസൂലിനോട് ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുന്നുണ്ട്, എനിക്ക് യാത്ര ചെയ്യുമ്പോൾ നോമ്പ് നോക്കുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല, അങ്ങനെ യാത്രയിൽ ഞാൻ നോമ്പ് നോറ്റാൽ അത് കുറ്റമാണോ? യാത്രയിൽ എനിക്ക് നോമ്പ് നോക്കുന്നത് പ്രയാസമില്ല,
അങ്ങനെ പ്രയാസമില്ലാത്ത എനിക്ക് ഞാൻ നോമ്പ് നോക്കുന്നത് കുറ്റകരമാണോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കാല ഹിയ റുഖ്സത്തുൻ മിനല്ലാഹ്. യാത്രയിൽ നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു റുഖ്സയാണ്, ഒരു ഇളവാണ്. ഫമൻ അഖദഹു ബിഹാ ഫഹസൻ. ആ ഇളവ് എടുക്കുക എന്നുള്ളത് നല്ലതാണ്. അള്ളാഹ് തന്നിട്ടുള്ള ഒരു ഇളവാണല്ലോ. ആ ഇളവ് എടുക്കുക എന്നുള്ളത് നല്ലതാണ്. വമൻ അഹബ്ബ അൻ യസൂമ ഫലാ ജുനാഹ അലൈഹി. ഇനി അല്ല, ഒരാൾ നോമ്പ് നോൽക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അയാൾക്ക് കുറ്റവുമില്ല. റസൂൽ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒരാൾക്ക് നോൽക്കാം എന്നുണ്ടെങ്കിൽ അയാൾക്ക് നോമ്പ് നോൽക്കാവുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ രോഗികളാവുക, യാത്രക്കാരാവുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ മറ്റു ദിവസങ്ങളിൽ ഈ കൂട്ടത്തിൽ അശുദ്ധിയുള്ള ആർത്തവമുള്ള സ്ത്രീകളെ സംബന്ധിച്ചും അതേപോലെ തന്നെ പ്രസവരക്തമുള്ള സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ ഈ വിധി തന്നെയാണ്. മറ്റു ദിവസങ്ങളിൽ ആ സമയത്ത് അവർക്ക് നോൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് മറ്റു ദിവസങ്ങളിൽ നോക്കി വീട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും പിന്നീട് പിന്നെ പറയുന്നത് ഈ ആയത്തിന്റെ തുടർന്നുള്ള ഭാഗമാണ്. പ്രയാസപ്പെട്ട് മാത്രം നോമ്പ് നോൽക്കാൻ കഴിയുന്ന ആളുകൾ, അങ്ങനെ ചില ആളുകൾ ഉണ്ടാവും. നോമ്പ് നോൽക്കുന്നുണ്ട്, പക്ഷെ വളരെ പ്രയാസകരമാണ്. അങ്ങനെ നോമ്പ് നോൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. പ്രായാധിക്യം മൂലം അവശത അനുഭവിക്കുന്ന ആളുകൾ, അത് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, ഒരു വയസ്സന്മാരും വയസ്തികളും ഒക്കെ ആയ ആളുകൾ നോമ്പ് നോൽക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്കാണ്. അങ്ങനെ പ്രയാസകരമായ രൂപത്തിൽ നോമ്പ് നോൽക്കുന്നുവെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കിയിട്ട് ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ, അതിന് പകരമായി പാവപ്പെട്ട ഒരാൾക്ക് ഭക്ഷണം നൽകിയിട്ട് അതിന് പകരമായി ചെയ്യാവുന്നതാണ്. ഇതിനെപ്പറ്റി വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും നോമ്പ് നോൽക്കുക എന്നുള്ളത് പ്രയാസകരമാണ് ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ മാറാൻ രോഗികൾ ആ കൂട്ടത്തിൽ പെടുന്നതാണ്. നിത്യവും വരുന്നത്, നേരത്തെ പറഞ്ഞ രോഗി എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്തുന്ന രോഗിയാണ്. ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം അത് രോഗം സുഖപ്പെട്ട് വീണ്ടും നോമ്പ് നോൽക്കാൻ സാധിക്കുന്ന ഐറ്റം രോഗികൾ. അതല്ല, നിത്യരോഗികളായ ആളുകൾ, അവരും ഈ ഇനത്തിൽ പെടുന്നുവെന്ന്. പിന്നീട് രോഗം മാറിയിട്ട് നോമ്പ് നോറ്റു വിട്ടാൻ സാധിക്കില്ല എന്നുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രായം അധികമായ ആളുകൾ പിന്നീട് ആരോഗ്യം വന്നിട്ട് നോമ്പ് നോറ്റു വിട്ടാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന ആളുകൾ, അതേപോലെ തന്നെ ഗർഭിണികളായ ആളുകൾ, ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഗർഭസ്ഥ ശിശുവിന് പ്രയാസം ഉണ്ടാകുന്നതും അതേപോലെ തന്നെ പിന്നീട് പ്രസവ ശേഷം കുട്ടിക്ക് പാലൂട്ടുന്നതും ഒക്കെ ആയിട്ട് ആ ഒരു വർഷത്തിനിടയിൽ പിന്നീട് നോമ്പ് നോറ്റ് വിട്ടാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഈ ഫിദിയ നൽകിയാൽ മതി എന്ന് പണ്ഡിതന്മാരിൽ നല്ലൊരു വിഭാഗം അഭിപ്രായപ്പെട്ടതായി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും അങ്ങനെ പ്രയാസത്തോടു കൂടി മാത്രമേ നോമ്പ് നോൽക്കാൻ സാധിക്കുകയുള്ളൂ, ആ നോമ്പ് അവർക്ക് പ്രയാസം ഉണ്ടാക്കും എന്നൊക്കെ കാണുകയാണെങ്കിൽ ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ, മറ്റൊരിക്കൽ നോറ്റ് വിട്ടാനും കഴിയില്ല. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട ഒരാൾക്കുള്ള ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. അതും പണ്ഡിതന്മാര് പാവപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണമാണോ ഒരു ദിവസത്തെ ഭക്ഷണമാണോ എന്നൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പണ്ടൊക്കെ ഫിഖ്ഹില് ഒരു മുദ് എന്ന് പറയാറാണ്. അതായത് ഒരു നോമ്പിന് പകരം ഒരു മുദ് എന്ന് പറഞ്ഞാൽ ഒരാള് തന്റെ രണ്ട് കൈ കൊണ്ടും ഒരു വാരിൽ വാരിയാൽ കിട്ടുന്ന ധാന്യം എത്രയാണോ അതാണ് ഒരു മുദ്. അത് കൊടുക്കലാണ് ഫിദിയ. ഒരു നോമ്പിന് പകരം അതാണ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഫിഖ്ഹുകളിൽ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ പാവപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടി എന്താണോ ആകുന്നത്, എത്ര ചെലവാകുമോ അതാണ് ഒരു നോമ്പിന് പകരമായി കൊടുക്കേണ്ടത് എന്ന് ആധുനിക പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും പിന്നീട് ഖുർആൻ തുടർന്ന് പറയുന്ന കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഫമൻ തതവ്വ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹു. ഇനി പാവപ്പെട്ട ഒരാൾക്കുള്ള ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൃത്യമാക്കി വെക്കേണ്ടതില്ല. ഫമൻ തതവ്വ ഖൈറൻ, ആരെങ്കിലും കൂടുതലായി ഖൈറായി കൂടുതലായി ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഫഹുവ ഖൈറുൻ ലഹു, അത് അവർക്ക് ഗുണകരമാണ്, അത് നല്ലതാണ്. അപ്പൊ കൂടുതൽ കൊടുക്കണം, ഒരു നോമ്പിന് പകരം ഇത്ര എനിക്ക് കൊടുക്കണം എന്നൊരാൾ വിചാരിച്ച് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്യാവുന്നതാണ്, അത് ഖൈറാണ്. പിന്നീട് ഖുർആൻ പറയുന്ന മറ്റൊരു കാര്യം നോക്കൂ, വഅൻ തസൂമു ഖൈറുൻ ലക്കും, വഅൻ തസൂമു ഖൈറുൻ ലക്കും, നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പൊ എന്തെങ്കിലും ഒഴി കഴിവുകൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞ് നോമ്പ് നോൽക്കാതിരിക്കാനുള്ള ശ്രമമല്ല നടത്തേണ്ടത്. ഇപ്പൊ യാത്രക്കാരൻ, ഒരു യാത്രക്കാരൻ എന്ന ആൾക്ക് വേണമെങ്കിൽ ആ യാത്ര മാറ്റിവെക്കാവുന്നതാണ്.
അപ്പൊ യാത്ര ചെയ്തിട്ട് റമദാനിൽ നോമ്പ് നോൽക്കാതിരിക്കുക എന്നുള്ളതല്ല നല്ലത്. ആ യാത്ര മാറ്റിവെക്കാൻ പറ്റുന്നു എങ്കിൽ ആ റമദാനിൽ തന്നെ നോമ്പ് നോൽക്കുകയാണ് നല്ലത്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അതിന് മരുന്നൊക്കെ കുറിച്ച് ഞാൻ രോഗിയാണ് എന്ന് പറഞ്ഞിട്ട് നോമ്പിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നതിന് പകരം പരമാവധി നോമ്പ് നോൽക്കാൻ ശ്രമിക്കുക തന്നെയാണ് വേണ്ടത്. നിങ്ങൾ നോമ്പ് നോൽക്കുക തന്നെയാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ സൂറത്തു ബഖറയിലെ 184-ാമത്തെ ആയത്ത് അങ്ങനെ അവസാനിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പറഞ്ഞ ഈ കാര്യങ്ങൾ നോക്കൂ. പിന്നെ അതിന്റെ ഇടയിൽ പറയുന്നുണ്ട് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അള്ളാഹു ഒരിക്കലും ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഒരു പ്രയാസവുമല്ല ഉദ്ദേശിക്കുന്നത്. എപ്പോഴും നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാക്കി തരിക, നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും നല്ല സുസ്ഥിതിയിലേക്ക് കൊണ്ടുപോവുക എന്നത് മാത്രമാണ് അള്ളാഹു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ആ നോമ്പിന്റെ ഒക്കെ ആ അവസ്ഥ ഒന്ന് പരിശോധിച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിലും അയാളുടെ അവയവങ്ങളിലൊക്കെ ഉണ്ടാക്കി തീർക്കുന്ന ആ മാറ്റങ്ങളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പടച്ചോൻ പറഞ്ഞത് വളരെ കൃത്യമാണ് എന്ന് മനസ്സിലാവും. വിശദീകരിക്കുന്നില്ല, ഇത് പഠന വിധേയമാക്കേണ്ടതാണ്. ഏതായാലും എന്നിട്ട് അതിനുശേഷം പിന്നീട് കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഖുർആൻ പറയുന്ന ഭാഗം തൊട്ടടുത്ത 187-ാമത്തെ ആയത്താണ്. അതിലെ 1-2 കാര്യങ്ങൾ മാത്രം എന്നാണ് പറയുന്നത്. അക്കാലത്ത് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ഖുർആൻ ആ കാര്യം കൃത്യമായി ആളുകളെ പഠിപ്പിക്കണം. നിങ്ങൾ രാത്രി, നോമ്പിന്റെ രാത്രി നിങ്ങൾക്ക് സ്ത്രീകളുമായി ബന്ധമാകാം. പഴയകാലത്ത് ആളുകൾ വിചാരിച്ചിരുന്നത് നോമ്പ് കാലമായാൽ പിന്നീട് ഭാര്യാഭർത്തൃ ബന്ധമോ സഹശയനമോ ഒന്നും പാടില്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകളോട് തിരുത്തുകയാണ്. നോമ്പിന്റെ രാത്രിയിൽ നിങ്ങൾക്ക് ഭാര്യാഭർത്തൃ ബന്ധമാകാം. അത് സാധാരണ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതാണ്. നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്കും വസ്ത്രമാണ്. അതേ വസ്ത്രവും ശരീരവുമായി എപ്പോഴും നിങ്ങൾ അങ്ങനെ കൂടി ഇണങ്ങി കഴിയേണ്ടവർ തന്നെയാണ്. അത് നോമ്പിന്റെ രാത്രിയിൽ നിങ്ങൾക്ക് അതിന് വിരോധമില്ല എന്ന് പറഞ്ഞിട്ട് അവർക്കുണ്ടായിരുന്ന ആ തെറ്റിദ്ധാരണയെ വിശുദ്ധ ഖുർആൻ തിരുത്താണ്. ഇത് നോമ്പിന് മാത്രം ബാധകമായ ഒരു ഭാഗമല്ല എന്നുള്ളത്. ഏത് കാലത്തും ദമ്പതികൾ അവര് പരസ്പരം ഒട്ടിച്ചേർന്ന് അവരുടെ എല്ലാ രഹസ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരായി ദമ്പതികൾ മാറണമെന്നും, അതേപോലെ തന്നെ വസ്ത്രവും ശരീരവും എത്രമാത്രം ഒരാൾക്ക് സംരക്ഷണം നൽകുന്നുവോ അതേ രൂപത്തിലായിരിക്കണം ഭാര്യാഭർത്തൃ ബന്ധമെന്നും ഒക്കെ സൂചിപ്പിക്കുന്ന ഭാഗങ്ങളാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും അതുവരെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണയെ വിശുദ്ധ ഖുർആൻ എടുത്തു കാണിക്കുന്നു. അത് തെറ്റാണ്, അങ്ങനെ നിങ്ങൾ ധരിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ആയിഷ ബീവി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാൻ സാധിക്കും. അൻ ആയിഷ റളിയല്ലാഹു അൻഹ കാന യുസ്ബിഹു ജുനുബൻ മിൻ ജിമാഇൻ ഖൈറ ഇഖ്തിലാം സുമ യഗ്തസിലു വയസൂം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും റമളാനിൽ സുബഹിന്റെ സമയത്ത് വലിയ അശുദ്ധിയോടുകൂടി തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹിന്റെ സമയത്ത് എണീക്കാറുണ്ടായിരുന്നു. എന്നിട്ട് നോമ്പ് എടുക്കുകയും ചെയ്യാം. അതായത് നോമ്പ് തുടങ്ങാൻ കുളിച്ച് ശുദ്ധി വരുത്തണം എന്നില്ല, സുബഹി നമസ്കരിക്കാൻ ശുദ്ധി വരുത്തിയാൽ മതി. അപ്പൊ നോമ്പ് തുടങ്ങുന്ന സമയത്ത് ഇയാള് വലിയ അശുദ്ധിയിലായി എന്നതുകൊണ്ട് നോമ്പ് തുടങ്ങുന്നതിന് വിരോധമില്ല. ആ സുബഹിയോടുകൂടി കുളിച്ച് സുബഹിക്ക് ശുദ്ധി വരുത്തിയാൽ മതി എന്നുള്ളത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുവാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ധാരണയെ തിരുത്തുന്നു. എന്നിട്ട് പിന്നീട് പറഞ്ഞു നിങ്ങൾക്ക് ഫജ്ർ സമയം വരെയും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. മുമ്പ് കാലത്ത് ആളുകൾ മനസ്സിലാക്കി വെച്ചിരുന്നത് ശരീരത്തിന് പീഡനം എന്നുള്ള നിലക്ക് ഈ നോമ്പ് നിൽക്കുന്ന കാലത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല, നോമ്പ് തുറക്കുന്ന സമയത്ത് മാത്രം ഭക്ഷണം കഴിക്കാം. പിന്നെ ഉറങ്ങിയാൽ ഭാര്യയുമായുള്ള ബന്ധമോ ഭക്ഷണമോ ഒന്നും പാടില്ല എന്ന് വിചാരിച്ചിരുന്ന ആ സമൂഹത്തോട് ആ കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാക്കി കൊടുക്കുക. നിങ്ങൾ ഫജ്ർ വരെയും സുബഹിന്റെ സമയം വരെയും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത്താഴം കഴിക്കണം. അത്താഴം എന്നുള്ളത് പുണ്യകരമായ കാര്യമാണ്. ഏതാണ് അത്താഴത്തിന്റെ സമയം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ സഹാബത്ത് ഉദ്ധരിക്കുന്നുണ്ട്. റസൂല് അത്താഴം കഴിച്ചിട്ട് പിന്നെ സുബഹിന്റെ ഇടയിലുള്ള കുറച്ച് ആയത്തുകൾ ഓതാനുള്ള ഒരു സമയം മാത്രമായിരുന്നു. ഏതെങ്കിലും പാതിരാ സമയത്തല്ല അത്താഴം കഴിക്കുന്നത്, സുബഹിക്ക് തൊട്ട് മുമ്പുള്ള ആ സമയമായിരുന്നു അത്താഴത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കുക, ഫജ്ർ വരെയും അതിനുള്ള അനുവാദമുണ്ട്.
പിന്നെ പറഞ്ഞു അതിമുസ്യാമില്ലേ, പിന്നെ രാത്രിയാകുന്നത് വരെ മഗ്‌രിബ് വരെ ആ നോമ്പ് നിങ്ങൾ കൃത്യമായി പൂർത്തിയാക്കിയിരിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു സമയമായാൽ പിന്നീട് അവിടെ ആരും പഠിച്ചു നിൽക്കരുത്, എത്രയും പെട്ടെന്ന് നോമ്പ് തുറക്കുകയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ഏതായാലും ഈ ആയത്തുകളുടെ വെളിച്ചത്തിൽ ഇങ്ങനെ നോക്കിയാൽ കാണാൻ കഴിയും മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദൗർബല്യങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളത് ഖുർആൻ വളരെ കൃത്യമായി ഇതിനിടയിലൂടെ പഠിപ്പിക്കുന്നു. രണ്ട് ദൗർബല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഭക്ഷണമാണല്ലോ. ഇങ്ങനെ സമ്പാദിക്കാനും ഉണ്ടാക്കാനും എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ നെട്ടോട്ടം ഓടുന്നതെന്ന് ചോദിച്ചാൽ അവന്റെ ഭക്ഷണത്തിന് വേണ്ടി എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് ലൈംഗികതയാണ്. ഈ രണ്ട് കാര്യങ്ങളെയും എങ്ങനെ ഒരു മനുഷ്യന് നിയന്ത്രിച്ചു നിർത്താൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളമുള്ള സൂചനകളാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇവ രാത്രി നിങ്ങൾക്ക്, പക്ഷെ പകൽ നിങ്ങൾ പൂർണ്ണമായി അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കണം. ഒരു മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ രണ്ട് ഭാഗങ്ങളാണ് പറഞ്ഞത്. മനുഷ്യന്റെ ദൗർബല്യങ്ങളായി ഇപ്പൊ ഇന്ന് നടക്കുന്ന ഏത് കുറ്റകൃത്യങ്ങളും അതേപോലെ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഈ രണ്ടാമതാണ്. ഒന്നുകിൽ മനുഷ്യന്റെ ലൈംഗിക തൃഷ്ണയായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുകയും എങ്ങനെയെങ്കിലും സമ്പാദിക്കുകയും അടിച്ചു പൊളിച്ച് ജീവിക്കുകയും. ഇപ്പൊ കുറ്റകൃത്യങ്ങളെ പറ്റിയിട്ടുള്ള അടിവേരുകൾ പറ്റിയാണ് ആളുകളെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇത് രണ്ടും എങ്ങനെ ഒരു മനുഷ്യനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളത് കൃത്യമായി ഈ നോമ്പിലൂടെ ഒരു മനുഷ്യൻ പരിശീലിച്ചെടുക്കേണ്ടതുണ്ട്. നോമ്പിന്റെ പകലിൽ ഇതൊക്കെ ഒരാൾ നിയന്ത്രിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവന് തഖ്വ പാലിക്കാൻ സാധിക്കുന്നത്. തഖ്വ പാലിക്കാൻ സാധിക്കുമെന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാനും ഒക്കെ അത്തരം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആത്മനിയന്ത്രണത്തോടെ അതെല്ലാം ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് ആ മനുഷ്യന് വളർന്നു വരാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് നിങ്ങൾ നോമ്പ് നോൽക്കേണ്ടത് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിന്റെയും അവസാനത്തിൽ ലഅല്ലഹും യത്തഖൂൻ എന്നുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നോമ്പ് തുടങ്ങുന്ന 183-ാമത്തെ ആയത്തിന്റെ അവസാനം ലഅല്ലക്കും തത്തഖൂൻ. ഈ നോമ്പിനെ പറ്റി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആയത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ലഅല്ലഹും യത്തഖൂൻ, അവർ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി. ഇത് നമ്മൾ സാധാരണ അർത്ഥം പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടയും അതേപോലെ തന്നെ ഒരു ക്രമവും ഒക്കെ ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളതാ ഈ നിയന്ത്രണങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും എന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ നിലക്ക് നോമ്പിനെ കണക്കാക്കുകയും പരമാവധി അള്ളാഹു പറഞ്ഞ ഈ രൂപത്തിൽ അതിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹൻ നാസ് ഊസീകും വഇയ്യായ സാനിയ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പരമാവധി ശ്രദ്ധിച്ചിരിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റാൽ ഉള്ള പ്രതിഫലത്തെ പറ്റി പറഞ്ഞു. അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്നാണ്. നമ്മളെ തെറ്റുകളൊക്കെ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം പൊറുക്കപ്പെടും. പക്ഷെ രണ്ട് കണ്ടീഷനാണ് കാണുന്നത്. എല്ലാവരും നോമ്പ് വയ്ക്കുമ്പോൾ ഞാൻ നോക്കുന്നു എന്നുള്ള രൂപത്തിൽ ഞാൻ നോക്കാൻ എനിക്ക് കിട്ടൂല, പാപമോചനം കിട്ടൂല. എന്താ രണ്ട് കണ്ടീഷൻ? ഈമാനൻ വഹ്തിസാബൻ. ശ്രദ്ധിക്കേണ്ടതാണ്. രാത്രി നമസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു ഈമാനൻ വഹ്തിസാബൻ. അങ്ങനെ നിസ്കരിച്ചാലാണ് തെറ്റുകളൊക്കെ പൊറുക്കപ്പെടുക. എന്താ ഈമാനൻ വഹ്തിസാബൻ? അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം. അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം ഈമാൻ. എന്റെ റബ്ബ് എനിക്ക് നിർബന്ധമാക്കിയതാണ് എന്നുള്ള കൃത്യമായ ബോധ്യം. അങ്ങനെ നോമ്പ് നോക്കേണ്ടതാണ്. എന്റെ റബ്ബ് എനിക്ക് വേണ്ടി നിർബന്ധമാക്കിയ നോമ്പാണ് ഞാൻ അനുഷ്ഠിക്കുന്നത് എന്നുള്ള കൃത്യമായ ആ ബോധത്തോടു കൂടി, ആ ബോധ്യത്തോടു കൂടിയായിരിക്കണം നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. ഇഹ്തിസാബൻ എന്ന് പറഞ്ഞു. പിന്നീട് ഹിസാബ് എന്നുള്ള പദം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ.
ഹിസാബ്, ആ പരലോകത്ത് ഹിസാബ് ഉണ്ട്. നമ്മളൊക്കെ കണക്കെടുക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അള്ളാഹു കണക്ക് നോക്കി ചികഞ്ഞ് നോക്കി കണക്കെടുക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൽ ആ കണക്കിൽ എന്റെ നോമ്പ് ഉൾപ്പെടണം, നന്മയുടെ കൂട്ടത്തിൽ എന്റെ നോമ്പ് ഉൾപ്പെടണം എന്ന ചിന്തയോടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അതാണ് റസൂൽ പറഞ്ഞത്. അപ്പൊ അള്ളാഹിനെ പറ്റിയുള്ള കൃത്യമായ വിശ്വാസവും നാളെ ഹിസാബ് നടത്തുമ്പോൾ എന്റെ നോമ്പ് അതിൽ കൃത്യമായി ഉണ്ടാകണം എന്നുള്ള ചിന്തയോടുകൂടിയുള്ള നോമ്പ് നോക്കുകയാണെങ്കിൽ അവന്റെ പാപങ്ങൾ കഴിഞ്ഞതൊക്കെ. ഈ ഒരു ചിന്ത, ഇഹ്തിസാബ് എന്നതിന് വേറെയും അർത്ഥം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ സാധാരണ ഈ നോമ്പിന് ഈ ഒരു ചിന്ത മനസ്സിലുണ്ടാകാൻ വേണ്ടിയിട്ടാണ് റസൂല് പറഞ്ഞത് മല്ലം യുബയ്യിത്ത് ഫലാ സിയാമ ലഹു. ആരെങ്കിലും രാത്രി നോമ്പിന് നിയ്യത്ത് വെച്ചിട്ടില്ല എങ്കിൽ അവന് നോമ്പില്ല എന്ന് പറഞ്ഞാൽ രാത്രി കരുതുക എന്നാണ് കേട്ടോ. റസൂല് ഹിജറ 2-ാം വർഷം നോമ്പ് നിർബന്ധമാക്കിയിട്ട് 9 വർഷം നോമ്പ് എങ്ങനെയാണ് എന്ന് സഹാബത്തിന്റെ മുമ്പിൽ നോമ്പ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ എവിടെയും ഈ നിയ്യത്ത് ചുറ്റിപ്പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. നാളെ നോമ്പ് നോക്കുമ്പോ ആ നോമ്പ് അള്ളാഹുക്ക് വേണ്ടി ഞാൻ നോക്കുകയാണ് എന്നുള്ള മനസ്സോട് കൂടിയായിരിക്കണം. അതാണ് വല്ലം യുബയ്യിത്ത്. രാത്രി അങ്ങനെ കരുതാത്തവന് പരാസിയാമലഹു, നോമ്പില്ല എന്ന് പറഞ്ഞത്. ഈമാൻ വഹ്തിസാബ് എന്ന് പറഞ്ഞിടത്ത് ഉദ്ദേശിക്കുന്നത് ആ ഒരു വിശ്വാസം മനസ്സിലേക്ക് കടന്നു വരാം. ഇഹ്തിസാബ് എന്നതുകൊണ്ട് മറ്റൊരു ആത്മവിചാരണ എന്നും ഒരു അർത്ഥം പറയാറുണ്ട്. ആത്മവിചാരണയോടുകൂടി നമ്മളെ പറ്റി നമ്മളിങ്ങനെ ചിന്തിക്കാം. ഞാൻ എന്താണ്? എന്റെ കർമ്മങ്ങളൊക്കെ എവിടെയാണ്? എന്റെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? എന്റെ ഖുർആനുമായുള്ള എന്റെ ബന്ധം എത്രയാണ്? ഖുർആൻ നമ്മളെ വിളിക്കുകയാണല്ലോ, ഏ മനുഷ്യ, ഏ മനുഷ്യ, ഏ മനുഷ്യ എന്ന് പറഞ്ഞിട്ട് പഠിച്ച ഖുർആനിലൂടെ ഓരോ കാര്യം പറയാണ്. നമുക്ക് എത്രമാത്രം ആ പറഞ്ഞ കാര്യങ്ങളുമായി നമുക്ക് ബന്ധമുണ്ട്? നമ്മൾ എത്രമാത്രം അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്? അങ്ങനെ ഓരോന്ന് നമുക്ക് ഒരു ആത്മവിചാരണ നടത്തിയിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കുകയാണ് ഈ നോമ്പിലൂടെ ഞാൻ ചെയ്യുന്നത് എന്ന രൂപത്തിൽ നോമ്പ് നോക്കാൻ ഒരാൾ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പാപങ്ങൾ ഓർക്കുക. നിസ്കരിക്കണം, നമുക്കറിയാം. കൃത്യമായി നമ്മൾ നമസ്കരിക്കുന്നുണ്ടോ? അതും തന്നെ ആ ഭക്തി നമസ്കരിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ? അതും ജമാഅത്തായി നമസ്കരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തന്നെയും ഐച്ഛികമായ സുന്നത്തായ എത്ര നമസ്കാരങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആത്മവിചാരണ നടത്തിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഈ റമദാനിലൂടെ എനിക്ക് സാധിക്കും എന്നത് നമ്മൾ ലിസ്റ്റ് ചെയ്ത് അങ്ങനെ മാറ്റത്തിന് തയ്യാറാവുകയാണ് എങ്കിൽ അള്ളാഹു നമ്മുടെ നോമ്പ് സ്വീകരിക്കും. നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന രൂപത്തിലായി തീരും. എന്തായാലും ശരി. അപ്പൊ അതിന്റെ നോമ്പിന്റെ ഈ ആത്മാവ് ഉൾക്കൊള്ളുക, ഈ ഒരു പരിശീലനത്തിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ എക്സമനൊക്കെ ഇതിലിങ്ങനെ പോയിട്ട് ഒരുപാട് മാറ്റമുണ്ട് എന്റെ ശരീരത്തിനുള്ള, എനിക്കൊക്കെ എന്ന് ഉന്മേഷം എന്നൊക്കെ പറയാനുണ്ടല്ലോ. ഈ റമദാൻ ഇതൊരു പരിശീലന കളരി തന്നെയാണ്. ഇതിലൂടെ മാറ്റം വന്ന ആളുകളാണ് സമൂഹത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായി മാറിയത്. അബൂബക്കർ സിദ്ദീഖും ഉമർ ഫാറൂഖും ഉയർന്നു വന്നത് ഇങ്ങനെയുള്ള പരിശീലന കളരിയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിലുള്ള ജീർണതകൾ മാറ്റാൻ ഈ പരിശീലനം തീർച്ചയായും ഉപകരിക്കും എന്നത് മനസ്സിലാക്കിയിട്ട് അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ആ നോമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതിലേക്ക് അള്ളാഹു നമ്മിൽ നിന്ന് നമ്മുടെ നോമ്പും അതിലെ കർമ്മങ്ങളും പരിപൂർണമായും സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് ഫോക്കസ് ഇന്ത്യയുടെ ഒരു കളക്ഷൻ നടത്തുന്നുണ്ട്. ഫോക്കസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിലെ ആസാം, ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് മുതലായ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾ വളരെ പിന്നോക്കമായ, വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള അവർക്ക് വേണ്ടി വിദ്യാഭ്യാസ, സാമൂഹ്യക്ഷേമ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘമാണ് ഫോക്കസ് ഇന്ത്യ. അപ്പൊ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും അവർക്ക് ആശുപത്രികളും ചികിത്സയും ഒക്കെ കൊടുക്കാനും ഒക്കെ ആയിട്ട് അതിനു വേണ്ടിയുള്ള ഒരു കളക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതുമായി പരമാവധി എല്ലാവരും സഹകരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഏതായാലും ഈ റമദാൻ നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു മാസമാക്കി തീർക്കാൻ അള്ളാഹു നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, പോരായ്മകളും അപാകതകളും ഒക്കെ അള്ളാഹു പുറത്ത് നന്നാക്കി തീർമാറാവട്ടെ. രോഗങ്ങളും
മറ്റു പ്രയാസങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ സഹോദരികൾ അല്ലാഹു അവർക്കൊക്കെ ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, അവരുടെയൊക്കെ ഖബർ ജീവിതം അല്ലാഹു സുഖകരമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അല്ലാഹു അവന്റെ ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.